നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. നമ്മളോടൊപ്പം കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷ് ചേരുകയാണ്. നിശബ്ദ പ്രചരണമാണ്. വ്യക്തിഗതമായി വോട്ടുകൾ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓരോ സ്ഥാനാർത്ഥിയുടെയും എങ്ങനെയുണ്ട് അവസാന മണിക്കൂറുകൾ? നാളെ ഈ സമയമാകുമ്പോൾ ജനം വിധി എഴുതാൻ തുടങ്ങും. അല്ല, മൈക്കുണ്ടായിരുന്നെങ്കിൽ ഒരു ഈ പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് കേട്ടനായിരുന്നു. ഇതിപ്പം അത്രയും ആൾക്കാർക്ക് കേൾക്കാനുള്ള എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ എന്ന് പറയണം. അപ്പം ശരിക്കും പ്ലാൻ ചെയ്തിട്ട് രാവിലെ മുതൽ ഇതാ കൊല്ലം മേയറുണ്ട് പ്രസന്ന ഏണസ്റ്റ്. ഞങ്ങൾ രാവിലെ പല സ്ഥലങ്ങളിലും കൂട്ടമായി താമസിക്കുന്ന ഇപ്പം പള്ളികളാണെങ്കിലും പിന്നെ മഠങ്ങളാണെങ്കിലും പിന്നെ വലിയ ആൾക്കാരുടെ വീടുകളാണെങ്കിലും ചെറിയ കോളനികളാണെങ്കിലും ഒക്കെ അവിടെ പോയിട്ട് ഇതിനായിട്ട് ചെല്ലാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ അവർ അയ്യോ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. എത്തിപ്പെടാൻ പറ്റാതെ പോയി പിന്നീട് നമ്മുടെ ഓർമ്മകളിലേക്കും അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്തുക സ്ഥലങ്ങളാണ്. അതെ, അത് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ 59 ദിവസം എന്നെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. ഈ ഇലക്ഷന് 2 ഇലക്ഷനും നിയമസഭയാണെങ്കിലും ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ നിൽക്കുന്നത് കൊല്ലത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും കണ്ട് ആ സ്നേഹം, അവരുടെ ആവേശം എന്ന് പറയുമ്പോൾ ഞാൻ 41 കൊല്ലമായിട്ട് സൽപ്രവർത്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ മനസ്സിനകത്ത് ഭയങ്കര സ്ഥാനം ഉണ്ടാക്കി എന്നുള്ള ഒരു തിരിച്ചറിവ് അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഗെയിൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ മൈക്ക് വെച്ച് നമുക്കൊരു ഓഡിയൻസിനോട് സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ആ നിൽക്കുന്ന വോട്ടർമാരുടെ പൾസ് അറിയുക എന്ന് പറയുന്നത് നേരിൽ കാണുമ്പോഴായിരിക്കും. ഈ കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ അത്തരം ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് റിയാക്ഷൻ? അല്ല, നമുക്ക് മൈക്ക് വെച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് കുറെ ദൂരമൊന്നും നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. അത് പറഞ്ഞ ശരിയാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ട് ഒരു ഇലക്ഷൻ പോകുമ്പോൾ എൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അവർ വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് LDFനെ കൊണ്ടല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് സാധാരണപ്പെട്ട ആൾക്കാർ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അത്രയും ഒരു 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 എന്താ പറയുന്ന ഒരു അയാസരഹിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മുകേഷിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ച് ഒന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അഭിനേതാവ് എന്ന രീതിയിലുള്ള ഒരു ബാക്കപ്പ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിനേതാവ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും സിനിമാ നടൻ എന്നുള്ള നിലയിലാണ് ഒരു സ്ഥാനാർത്ഥി ആദ്യത്തെ പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ പ്രസന്റബിൾ എല്ലാവരും അറിയുന്ന ആളായിരിക്കണം. പേര് പരിചയപ്പെടുത്തേണ്ട ആവശ്യം CPM ഉണ്ടായില്ല. കാരണം എം മുകേഷ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ മുഖം കൊണ്ടും പേരുകൊണ്ടും സുപരിചിതനാണ് കൊല്ലക്കാർ, അല്ലെങ്കിൽ കേരളത്തിൽ. അതെ, അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയ ഒരു സംഭവം, നമ്മൾ എവിടെയെങ്കിലും സ്വീകരണ യോഗമാണെങ്കിലും കുടുംബയോഗം ആണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം പ്രസംഗിച്ചതിന് ശേഷം ഓഡിയൻസ് ഒന്നിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരിയാണ്. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ എം മുകേഷ് എന്ന എനിക്ക് എന്ന് പറയുമ്പോൾ ഒറ്റ ചിരിയാണ്. ആരുക ഇത് അറിഞ്ഞുകൂടാത്തത് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ചിരിയാണ്. അതെല്ലാം ഒരു സ്ഥാനാർത്ഥിക്ക് ഭയങ്കര പ്ലസ് പോയിന്റാണ്. സ്ഥാനാർത്ഥി 1000 പേര് നിന്നാലും സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ അതോ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു വലിയ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് അത് എൻ്റെ സിനിമ തന്നെയാണ്. എനിക്ക് അതിനകത്തുള്ള വഴി ഏത് സ്ഥലത്ത് എവിടെ ചെന്നാലും, ഞാനിപ്പോൾ MLA ആയിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നിലുള്ള വിശ്വാസം, സാർ ഒരു കേസ് പെട്ടിരിക്കുകയാണ്, ഞാൻ ചോദിച്ചു എവിടെയാണ്? എവിടെയാണ്? കൊല്ലത്തല്ല, കാസർഗോഡാണ്. ഞാൻ പറയും കാസർഗോഡ് പോലീസിനെ എനിക്ക് അറിഞ്ഞൂടല്ലോ. സാർ എന്ന് പറഞ്ഞാൽ മതി, മുകേഷ് MLA ആണെന്ന് പറഞ്ഞാൽ അവരെന്നെ വിടും എന്ന് പറയുന്ന, അതെല്ലാം സിനിമയുടെ ശക്തിയാണ്. ഇപ്പോൾ ഇപ്പോൾ കൊല്ലത്ത് ജനിച്ച ഒരാൾക്ക് കാസർഗോഡ് എന്താ കാര്യം? അതെന്തായാലും സിനിമ ഉള്ളത് കൊണ്ടും കലാകാരനായതുകൊണ്ടും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് എല്ലായിടത്തും എത്താൻ പറ്റുന്നത്. CPM സംബന്ധിച്ച് ഇതിനോടകം തന്നെ വോട്ടുകൾ എത്രത്തോളം നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു? നമുക്കൊരു ഭൂരിപക്ഷം അടക്കം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് CPM നിലയ്ക്ക്? അങ്ങനെയൊന്നും നമ്മുടെ അടുത്ത് ഞാൻ പറയത്തില്ല. ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ ഓരോ സ്ഥലത്ത് ഇന്നലെ വിജയം സുനിശ്ചിതം. വിജയം എന്തായാലും അങ്ങനെ സുനിശ്ചിതമായതുകൊണ്ടാണല്ലോ. അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ 59 ദിവസം
എന്നെ നോക്കി എൻ്റെ കൈ പിടിച്ച് എനിക്ക് മാലയിട്ട് എന്നെ സംസാരം കേട്ട ആൾക്കാർ മുഴുക്ക കള്ളത്തരം പറയുകയോ അഭിനയിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അർത്ഥമില്ല. ഇന്നലെ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ പ്രവചിക്കുകയാണ്. 1,00,000, 50,000 എന്ന് പറഞ്ഞ് ലേലം വിളിക്കുന്ന കണക്ക് ഓരോരുത്തരും പ്രവചിക്കുകയാണ്. ഇത്ര രൂപ ഞാൻ പറയുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണണം കേട്ടോ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭയങ്കര സുന്ദര നിമിഷങ്ങളാണ്. കാര്യം ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. വോട്ടർമാരുടെ എന്താണ് ഈ അവസാന മണിക്കൂറിൽ പറയാൻ? അവസാന മണിക്കൂർ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രചരണത്തിന് ആ സമയത്ത് കാണിച്ച സ്നേഹവും അവരുടെ വിശ്വാസവും അവർ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആ വാഗ്ദാനവും 100% ഞാൻ വിശ്വസിക്കുന്നു. അത് 100% എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകും എന്ന് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ മറിച്ച് ചിന്തിക്കുക പോലും ചെയ്യല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.